Good morning. Our next topic is acceptance. It is one of the essential elements of a contract is agreement. Agreement is equal to offer plus acceptance. We have already learned what is offer is. So next we can see what is the meaning of acceptance. An acceptance means the expression of consent of the proposal by the offeree. അതായത് ഓഫറിക്ക് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഫറി അയാളെ കൺസെൻറ്റ് അറിയിക്കുന്നതാണ് ഞാൻ റെഡിയാണ്, ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ദ ഓഫർ. അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എൻ ഓഫർ ഓർ പ്രൊപ്പോസൽ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ പ്രോമിസ് ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദി ഓഫർ. അപ്പം ആക്സെപ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം. അപ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 ക്ലോസ് ബി ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട്. ആക്സെപ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക. വെൻ ദ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഇസ് മെയ്ഡ് signifies his assent thereto, the proposal is said to be accepted. A proposal when accepted becomes a promise. അപ്പോൾ ഒരു ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്, ആർക്കാണോ ഈ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഓഫർ കൊടുത്തിരിക്കുന്നത്, ദാറ്റ് പേഴ്സൺ കൺസെൻറ്റ് ഓർ സിഗ്നിഫൈസ് ഇസ് കൺസെൻറ്റ്, അയാളുടെ സമ്മതം അറിയിക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? ദ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഇസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹിസ് അസെൻറ്റ്. അസെൻറ്റ് മീൻസ് കൺസെൻറ്റ് thereto. അങ്ങനെയാണ് നമുക്ക് പറയാം ദ പ്രൊപ്പോസൽ ഇസ് സെഡ് ടു ബി ആക്സെപ്റ്റഡ്. ഇനി എ പ്രൊപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. അപ്പോൾ ഓഫർ കൊടുത്തു, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി ദാറ്റ് പ്രൊപ്പോസൽ ബിക്കംസ് എ പ്രോമിസ്. ഓക്കെ. ഇനി ദ ഓഫറി വെൻ ആക്സെപ്റ്റ് ദ ഓഫർ ഇസ് കോൾഡ് ദി ആക്സെപ്റ്റർ. ഓക്കെ. അപ്പം നമ്മൾ കൊടുത്ത ഓഫർ, ഞാനിപ്പോൾ ഒരു ഓഫർ തന്നിട്ടുണ്ട്, അതുവരെ ഓഫർ ചെയ്യാണ്. വെൻ ഹി ആക്സെപ്റ്റ് ദാറ്റ് പ്രൊപ്പോസൽ ഹി ബിക്കംസ് ദി ആക്സെപ്റ്റർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹു ക്യാൻ ആക്സെപ്റ്റ് എന്നുള്ളതാണ്. ആർക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം? ഞാനിപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം? അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അതായത് വെദർ ദ ഓഫർ ഇസ് സ്പെസിഫിക് ഓർ ജനറൽ. ഇഫ് ഇറ്റ് ഇസ് എ സ്പെസിഫിക് ഓഫർ, നമ്മൾ കുറേ പ്രാവശ്യം കേട്ട ആ വേർഡ് സ്പെസിഫിക് എന്നുള്ള വേർഡ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ ഇസ് ഗിവൺ ടു എ പെർട്ടിക്കുലർ പേഴ്സൺ, പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നുകിലും നിങ്ങളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്കാണ് ഞാൻ ഓഫർ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോവിഡൻസ് കോളേജിലുള്ള ഒരു എന്താ പറയുക സെക്കൻഡ് BCom എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസായി. അപ്പോൾ ഇങ്ങനെയാണ് ഓഫർ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പെസിഫിക് ഓഫർ എന്ന് പറയാം. അപ്പോൾ സ്പെസിഫിക് ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ടു ഹൂം ദ ഓഫർ ഇസ് മെയ്ഡ്. അപ്പം സ്പെസിഫിക് ഓഫർ ആണെങ്കിൽ ആർക്കാണോ ഓഫർ കൊടുത്തിരിക്കുന്നത് ഓൺലി ദാറ്റ് പേഴ്സൺ ഓർ ദാറ്റ് ഗ്രൂപ്പ് ക്യാൻ ആക്സെപ്റ്റ്. ഹിയർ എക്സാമ്പിൾ ഇസ് ഗിവൺ. X offers to sell a scooter to B. There is a specific offer. Only B can accept the offer. Okay. But in the case of general offer means when offer is made to the world at large. അങ്ങനെയാണെങ്കിൽ that offer can be, general offer can be accepted by any person having the knowledge of the offer by fulfilling the terms of the offer. അപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഓഫർ ആണെങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് ജനറൽ ഓഫർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നു. എനി ഓഫർ ഫോർ റിവാർഡ് ഫോർ സെർച്ച് ഓഫ് എ ലോസ്റ്റ് തിങ് in a general is a general offer and it can be accepted by any person who comes to know about it. നിങ്ങൾ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും പരസ്യങ്ങളൊക്കെ. അതായത് ഇപ്പം ഡോഗിനെ കാണാതെയായിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് റിവാർഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പത്രത്തിൽ വന്ന പരസ്യമാണെങ്കിൽ ഇറ്റ് ഈസ് എ ജനറൽ ഓഫർ. സോ എനിബഡി ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ.
സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓഫർ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് acceptance must be absolute and it is absolute and unconditional or unqualified എന്ന് പറയാം. അപ്പോൾ an acceptance must be unconditional. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഞാൻ എന്താണോ ഓഫർ ചെയ്തിരിക്കുന്നത് അതൊന്നുകിൽ അതേപോലെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം ഓർ റിജക്റ്റ്. മനസ്സിലായല്ലോ? അല്ലാണ്ട് അതിലൊരു കണ്ടീഷൻ വരുത്തിയിട്ട് എന്താക്കാൻ പാടില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതാ പറയുന്നത്. അതായത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് കറസ്പോണ്ട് വിത്ത് ഓൾ ദ ടേംസ് ഓഫ് ദി ഓഫർ. അതായത് ദ ഓഫറി either should accept the item of the offer in toto. That means either the acceptance can be accepted. അതായത് വേണമെങ്കിൽ ഓഫറിക്ക് എന്താകാം, ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ഇൻ ടോട്ടോ. ടോട്ടോ മീൻസ് മുഴുവനായിട്ടും സ്വീകരിക്കാം. ഓർ ഷുഡ് റിജക്റ്റ് ഇൻ ടോട്ടോ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചോളുക. മനസ്സിലായല്ലോ? അപ്പോൾ അല്ലാണ്ട് അതിനൊരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. If there is any variation in terms of addition of certain terms of the original offer, it is not a valid acceptance. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ആക്സെപ്റ്റൻസ്. ബട്ട് ഇറ്റ് വിൽ ഓൺലി എമൗണ്ട് ടു എ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഞാനിപ്പോൾ നേരത്തേക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 liters ഓഫ് ഓയിലാണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരാറ്. മനസ്സിലായോ? കോൺട്രാക്റ്റ് അതാണ്. പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതർ പാർട്ടി എന്താക്കി, അതിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തി ആ ടേംസിൽ. അതായത് ഇൻസ്റ്റെഡ് ഓഫ് 5 liter ദേ ആർ റെഡി ടു ബൈ 10 liters ഓഫ് ഓയിൽ. അങ്ങനെയാവുന്ന സമയത്ത് വിച്ച് ഓഫർ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, ദ സെക്കൻഡ് വൺ, ന്യൂ വൺ കംസ്. അതായത് അതിനാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുക. റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റിംഗ് ദി ന്യൂ ഓഫർ. ഓക്കെ. സോ എക്സാമ്പിൾ വേണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റത്തെ പോയിൻ്റ് അതാ പറഞ്ഞത്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഇഫ് എ സേസ് ടു ബി, he offers to sell his house for rupees 2 lakh. B replies, I will purchase it only for 1 lakh. This is not an acceptance but only a counter offer. Okay. അപ്പം ഒരിക്കലും എന്തല്ല എന്നാണ് പറയുന്നത്, പാർഷ്യൽ ആക്സെപ്റ്റൻസ് ഈസ് നോ ആക്സെപ്റ്റൻസ് അറ്റ് ഓൾ. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഫസ്റ്റ് പോയിൻ്റ് ആണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ, ആക്സെപ്റ്റൻസിൽ വരുന്നതാണ്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ. ഓക്കെ. സെക്കൻഡ് പോയിൻ്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരാ, ഓഫറി. സോ ഹി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദ ആക്സെപ്റ്റൻസ് ടു ദി ഓഫറർ. So if the offeree remains silent and does nothing to show that he has accepted the offer, no contract is formed. So the offeree must do something to signify his consent or his intention to accept. അതായത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളണം, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ. അപ്പോൾ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ ഹിംസെൽഫ്. എ കമ്മ്യൂണിക്കേഷൻ ടു എനി അതർ പേഴ്സൺ ഇസ് ആസ് ഇഫ് നോ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ ഡൺ. മനസ്സിലായല്ലോ? അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരോട് തന്നെ പറഞ്ഞിരിക്കണം, ഞാൻ വാങ്ങാൻ റെഡി. അപ്പോൾ വീടിൻ്റെ കാര്യമാണെങ്കിൽ ഐ എം റെഡി ടു പർച്ചേസ് ഇറ്റ് ഫോർ ദ പ്രൈസ് മെൻഷൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ. അല്ലാണ്ട് വേറെ അയാളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് വേറെ ആരുടെടുത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അയാളുടെ നോളജ് തന്നെ എത്തിയിരിക്കണം. ഓക്കെ. Then next point is acceptance must be made within a reasonable time. Some usual or reasonable ടൈം എന്നാണ് പറയുന്നത്. അതായത് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദ ടൈം അലൗഡ് ബൈ ദി ഓഫറർ. ഞാനിപ്പോൾ ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നുള്ള കാശിൻ്റെ ആവശ്യത്തിനാണ് എൻ്റെ വീട് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയണേ ഈ ജൂൺ 30 വാങ്ങുകയാണെങ്കിൽ ഞാൻ വിൽക്കാൻ റെഡിയാണെന്ന്. അപ്പോൾ അവിടെ ആ ടൈം ലിമിറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം ആക്സെപ്റ്റൻസ് അന്ന് ആ ടൈമിനുള്ളിൽ നിങ്ങൾ അറിയിച്ചിരിക്കണം. ഇഫ് നോ ടൈം ഇസ് മെൻഷൻഡ് ഓർ സ്പെസിഫൈഡ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഓക്കെ. ദിസ് റീസണബിൾ ടൈം എന്ന് പറയുന്നത് ഓരോ കേസിലും ഓരോ പോലെ ഇരിക്കും.
Okay, so acceptance made after the offer has been withdrawn is invalid എന്നാണ് പറയുന്നത്. അതായത് ഓഫറിൻ്റെ ടൈം ലിമിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ ഇറ്റ് ഈസ് എൻ ഇൻവാലിഡ് ആക്സെപ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് acceptance must be expressed according to the manner prescribed, and if no manner of acceptance is prescribed, it should be done in some usual or reasonable manner. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, if the offerer prescribes a particular manner or mode of acceptance, it shall be given in that form itself. Okay, if the offeree prescribes no particular manner, it shall be given in some usual and reasonable manner. If acceptance is not given in the prescribed manner as described by the offerer may within a reasonable time after the acceptance is communicated to him insist that his proposal shall be accepted in the prescribed manner and not otherwise. അതായത് if he fails to take objection against the irregular acceptance, he is deemed to have accepted such irregular acceptance എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം പറഞ്ഞ മോഡിലല്ല ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഓഫറിക്ക് ഒരു ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ അയാൾ അറിയിക്കുക ഞാൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞെങ്ങാണ്ട്. ഇഫ് ഹി ഡിഡിൻ ഡു ദാറ്റ്, അതായത് അയാൾ പറയുന്നില്ല, ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, അയാൾ ഒബ്ജെക്ഷൻ അറിയിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഡീം ടു ഹാവ് ആക്സെപ്റ്റഡ്. അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ അനുമാനിക്കാം. അതായത് ഓഫറുടെ ഭാഗത്തു നിന്നാണ്. അല്ലെങ്കിൽ ശരിക്കും ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ആണെങ്കിൽ, ഇപ്പം മോഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി ഓഫറി ഓർ ദ പ്രൊപ്പോസർ ഷുഡ് ആക്സെപ്റ്റ് ഇൻ ദാറ്റ് മോഡ് ഓൺലി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ വീട് വിൽക്കാൻ പോവുകയാണ്, അപ്പം അതിൻ്റെ കാശ് എനിക്ക് ബാങ്കിലേക്ക് ഇട്ട് തരാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാങ്കിലേക്ക് ഇട്ട് തന്നിട്ടില്ലെങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ നമുക്ക് എന്താക്കാൻ വേണ്ട, അയാൾക്കത് സൗകര്യമില്ലെന്ന് പറയണം, നമുക്ക് വേണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് acceptor must be aware of the proposal at the time of acceptance. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ആക്സെപ്റ്റർ എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്, ഹി മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രൊപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദി ഓഫർ. ഇഫ് ദി acceptor is not aware of existence of the offer and conveys his acceptance, നോ കോൺട്രാക്ട് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് ഓഫറിനെ കുറിച്ചിട്ട് അതൊന്നും അയാൾ അറിയുന്നേ ഇല്ല, ഓഫർ നിലനിൽക്കുന്നതൊന്നും അറിയുന്നേ ഇല്ല. പക്ഷേ അയാൾ എന്താക്കുന്നു, ഞാനിത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അതെന്തല്ല എന്നാണ് പറയുന്നത്, ദർ ഇസ് നോ വാലിഡ് കോൺട്രാക്ട്. അതായത് an act done in ignorance of the offer of a reward cannot be the acceptance of that offer എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഫറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താക്കാൻ പാടുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു ഡോഗിനെ എന്തിനോ കാണാതായ സമയത്ത് പത്രത്തിൽ പരസ്യം വന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഈ നായനെ കണ്ടുപിടിച്ച് അടുത്ത ആൾ അറിയുന്നില്ല. ഇങ്ങനെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്, റിവാർഡ് ഉണ്ട് എന്നുള്ളതൊന്നും ഇതൊന്നും അറിയാണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നത്, നായനെ കണ്ടുപിടിച്ച് കൊടുത്തു. കുറേ കഴിഞ്ഞ സമയത്താണ് അറിയുന്നത് ഇങ്ങനൊരു റിവാർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കോടതി വിധിച്ചത് എങ്ങനെയാണ്, അതായത് ഓഫർ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദി ആക്സെപ്റ്റർ വാസ് നോട്ട് അവെയർ ഓഫ് ദി ഓഫർ. പിന്നീട് വന്ന് ക്ലെയിം ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോൾ എപ്പോഴും ഓഫർ എപ്പോഴാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അറിഞ്ഞിരിക്കണം. കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവാർഡൊന്നും നടക്കില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ആക്സെപ്റ്റൻസ് കനോട്ട് പ്രിസീഡ് എൻ ഓഫർ. ആദ്യം ഏത് വരണം? ഓഫർ വരണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ആക്സെപ്റ്റൻസ് ഏതിൻ്റെ മുന്നിൽ ചാടാൻ പാടില്ല. ഓഫർ തരുന്നതിന് മുന്നേ നിങ്ങൾ കയറി ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ acceptance must be made only after the offer is made. There can be no acceptance at all before the communication of an offer. Okay,
Then next comes acceptance must be given to the party to whom the offer is made. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ആരാണോ ഓഫർ തന്നിരിക്കുന്നത് ആ പാർട്ടീൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം ആക്സെപ്റ്റൻസ് നിങ്ങൾ അറിയിക്കേണ്ടത്. Then acceptance must be given before the offer lapses or before the offer is withdrawn. അതായത് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് June 30th വരെയാണ് കമ്പനീൻ്റെ ഷെയർസ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഥവാ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ റെഡി ടു പർച്ചേസ് ഷെയർസ് ഓഫ് ദാറ്റ് കമ്പനി യു ഷുഡ് ഇൻഫോം ബിഫോർ June 30th. ഓക്കെ, അതാണ് പറയുന്നത്. ആക്സെപ്റ്റൻസ് എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദി ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദി ഓഫർ ഇസ് വിത്ഡ്രോൺ. The next point, acceptance may be express or implied. നിങ്ങളിപ്പോൾ കുറേ പ്രാവശ്യമായി കേൾക്കുന്ന എക്സ്പ്രസ് ഇംപ്ലൈഡ് എന്നുള്ള വേർഡ്സ്. എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് ആയിരിക്കണമെങ്കിൽ when acceptance is made by words spoken or written. Okay. Then implied എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? If it is accepted by the contact or act of the parties, it is an implied acceptance. For example, when a person goes to a hotel and eats some food, he impliedly accept pay for it. അല്ലാണ്ട് ആദ്യമേ അവിടെ പോയിട്ട് കരാറുണ്ടാക്കി വെക്കൊന്നും വേണ്ട, ഇന്നത് വേണം അത് വേണം എന്നൊക്കെ. അയാൾ തിന്നുന്നു ഉണ്ടാക്കുന്ന കാശ് കൊടുത്തു പോരും. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഇംപ്ലൈഡ് ആണ്. എന്താണ്? ഹീ ഈസ് റെഡി ടു പേ ഫോർ ദ price of the food. Okay. Then last point is acceptance cannot be implied from silence. അതായത് ഒരു പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് ശരിക്കൊരു പോയിന്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ് ആക്സെപ്റ്റൻസ് എന്താക്കിയിരിക്കണം, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ എന്താ പറയുക, മൗനം സമ്മതമായിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ് എന്നാണ് പറയുന്നത്. Okay, so these are the essentials of a valid acceptance. Okay, what are the modes of acceptance? എങ്ങനെയൊക്കെ ആക്സെപ്റ്റൻസ് സിഗ്നിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഇതിലില്ല കേട്ടോ, നിങ്ങൾ കേട്ടാൽ മതി. ഒന്നുകിൽ ദ ആക്സെപ്റ്റൻസ് ഓഫ് എൻ ഓഫർ ക്യാൻ ബി സിഗ്നിഫൈഡ് എനി ഓഫ് ദി ഫോളോയിങ് വേയ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മോഡ്, ആക്സെപ്റ്റൻസ് ബൈ മിയർ അസെൻറ്റ്. അസെൻറ്റ് മീൻസ് കൺസെൻറ്റ്. An acceptance by mere promise. Acceptance by act or contact, അതാണ് implied എന്ന് പറയുന്നത്. Acceptance by signing a document, it is express acceptance. Then acceptance by